Hello all, welcome to part 2 lecture of arrays. On this video we will see about two-dimensional arrays and multi-dimensional arrays in C. First we will see about two-dimensional arrays in C. Two-dimensional arrays are declared as type array name, row size and column size. Type എന്ന് ഉദ്ദേശിക്കുന്നത് data type ആണ്. Two-dimensional arrayയുടെ പേര്, row size and column size, number of columns and number of rows ആണ് നമുക്ക് ആ ഒരു two-dimensional arrayയിൽ വേണ്ടത്. Two-dimensional array means matrix ആണ്. Matrix പോലത്തെ ഒരു data structure ആണ് two-dimensional array എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. Rows and columns ഉണ്ടാവും. നമ്മളുടെ two-dimensional arrayയിൽ എത്ര row വേണം, എത്ര column വേണം, അത് സ്പെസിഫൈ ചെയ്യാനാണ് row size, column size എന്ന് പറഞ്ഞ രണ്ട് സബ്സ്ക്രിപ്റ്റ്സ് ഉപയോഗിക്കുന്നത്. നമ്പർ ഓഫ് റോസ് സ്പെസിഫൈ ചെയ്യാൻ row size ഉം number of columns specify ചെയ്യാൻ column size. Now we will see how values to two-dimensional array are stored in memory. Product എന്ന് പറഞ്ഞ ഒരു array ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ രണ്ട് ഇൻഡെക്സ് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യണം. റോയും സ്പെസിഫൈ ചെയ്യണം, കോളമും സ്പെസിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. വൺ ഡയമെൻഷണൽ array ആണെങ്കിൽ ഒറ്റ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ രണ്ട് സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യണം. വൺ ടു ഡിനോട്ട് റോ ആൻഡ് വൺ ടു ഡിനോട്ട് കോളം. റോ നമ്പർ ഡിനോട്ട് ചെയ്യാനും കോളം നമ്പർ ഡിനോട്ട് ചെയ്യാനും. സി ആയതുകൊണ്ട് റോ സ്റ്റാർട്ട് ചെയ്യുക 0th ഇൻഡെക്സ് ലൊക്കേഷനിലാണ് ആൻഡ് കോളം സ്റ്റാർട്ട് ചെയ്യുക 0th ഇൻഡെക്സ് ലൊക്കേഷനിലാണ്. See, this is a representation of two-dimensional array in memory. Rows കണ്ടോ, ഇപ്പൊ ഇതൊരു 4x3 matrix ആണ്. 4 rows and 3 columns ഉള്ളത്. റോയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുക 0ലാണ്, അതുപോലെ കോളത്തിന്റെ ഇൻഡെക്സും സ്റ്റാർട്ട് ചെയ്യുക 0ലാണ്. സോ ഫസ്റ്റ് ഇൻഡെക്സ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 0 0, then 0 1, 0 2, then 1 0 1 1 1 2. അടുത്തതോ 2 0 2 1 2 2. അടുത്ത 3 0 3 1 3 2. ഇങ്ങനെയാണ് ഒരു two-dimensional array മെമ്മറിയിൽ റെപ്രസെന്റ് ചെയ്യുക. ഇൻ കേസ് ഓഫ് സി, റോയും 0ലാണ് സ്റ്റാർട്ട് ചെയ്യുക, കോളവും 0 എന്ന ഇൻഡെക്സ് ലൊക്കേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇവിടെ 310 275 എന്നൊക്കെ പറഞ്ഞത് ആ പെർട്ടിക്കുലർ ഇൻഡെക്സ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ ആണ്. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. Now we will see how to initialize two-dimensional arrays in C. Cയിൽ എങ്ങനെ two-dimensional arrays initialize ചെയ്യാം. Few examples വെച്ച് നോക്കാം. First one, int table of 2 3 equal to a set of values curly bracketൽ ഇങ്ങനെ സ്പെസിഫൈ ചെയ്യാം. ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഇങ്ങനെ സ്പെസിഫൈ ചെയ്യാം. അവസാനം സെമിക്കോളൻ ഇടാം. ഈ കേസിൽ ഈ arrayയുടെ ഡേറ്റ ടൈപ്പ് int ആണ്. two-dimensional arrayയുടെ നെയിം ടേബിൾ എന്നാണ്. array size of 2 rows and 3 columns, 2x3 matrix ആണ്. Then എങ്ങനെയായിരിക്കും ഈ വാല്യൂസ് അലോട്ട് ചെയ്തിട്ടുണ്ടാവുക? ഫസ്റ്റ് റോയിലെ കണ്ടന്റ് എന്താണ്, സെക്കൻഡ് റോയിലെ കണ്ടന്റ് എന്താണ്, എങ്ങനെ തീരുമാനിക്കാം? നമ്പർ ഓഫ് റോസ് 3 ആണ്, നമ്പർ ഓഫ് റോസ് 2 ആണ്, നമ്പർ ഓഫ് കോളംസ് 3 ആണ്. സോ നമ്പർ ഓഫ് കോളംസ് ആദ്യം കൺസിഡർ ചെയ്യാം 3. ഫസ്റ്റ് 3 വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ആയിരിക്കും. അതിലെ കോളം 1, കോളം 2, കോളം 3 വാല്യൂസ്. And the next 3 values will be assigned to second row. First 3 values to first row and next 3 values to second row. ഈ എക്സാമ്പിൾ ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ഏതൊക്കെ എലമെന്റ്സ് ആണ് ഫസ്റ്റ് റോയിൽ, ഏതൊക്കെ എലമെന്റ്സ് ആണ് സെക്കൻഡ് റോയിൽ എന്ന്. ഫസ്റ്റ് ഇന്നർ കേർലി ബ്രാക്കറ്റ്സിലെ വാല്യൂ ഫസ്റ്റ് റോയിലും സെക്കൻഡ് ഇന്നർ കേർലി ബ്രാക്കറ്റ്സിലെ വാല്യൂ സെക്കൻഡ് റോയിലേക്കുമാണ് അസൈൻ ആകുക അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ആകുക. എന്നൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ റോ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല, ബട്ട് ഈ ഇനിഷ്യലൈസ് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാകും എത്ര ഇന്നർ കേർലി ബ്രാക്കറ്റ്സ് ഉണ്ട്, 2 എണ്ണം. സോ ദ സൈസ് ഓഫ് ദിസ് മെട്രിക്സ് അല്ലെങ്കിൽ റോ സൈസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മെട്രിക്സ് ഇസ് 2. Another example. ഈ കേസിലോ ഫസ്റ്റ് 2 rows ഉണ്ട് ആൻഡ് 3 columns ഉണ്ട്. ബട്ട് ഫസ്റ്റ് റോയിലെ
രണ്ട് കോളത്തിലേക്കുള്ള വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് റോയിലാണെങ്കിൽ ഒരു കോളത്തിലേക്കുള്ള വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയായിരിക്കും ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ടാവുക? The first two elements of the first row will be initialized to 1. അല്ലേ? ഫസ്റ്റ് റോയിലെ first two elements ന്റെ വാല്യൂ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. Then what about the second row? The first element of the second row is initialized to 2. Second row le first element value 2 ആയിട്ട് initialized ആവും. ബാക്കി എല്ലാ വാല്യൂസും 0 ആയിട്ടാണ് initialized ആവുക. അതായത് first row le third element, second row le second and third element value 0 ആയിട്ടാണ് initialized ആവുക. Again, few more examples we will see. Int m35 equal to കണ്ടോ ഇവിടെ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. ബട്ട് എറേയുടെ സൈസ് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 3 റോസ് ഉണ്ട്. ഓക്കെ, 3 റോസിന് വേണ്ട കേർലി ബ്രാക്കറ്റ്സിലൊക്കെ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്പർ ഓഫ് കോളംസ് എന്താണ്? 5. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. അതായത് ഈ ഒരു 3/5 മെട്രിക്സില് എല്ലാ എലമെന്റ്സിലോട്ടും എന്ത് വാല്യൂ അസൈൻ ചെയ്യാണ് നമ്മൾ? 0 എന്ന വാല്യൂ അസൈൻ ചെയ്യാണ്. അതിനുള്ള ഒരു ഷോർട്ട് കട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Again, one more example we will see. Here, ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താ ഉണ്ടാകുന്നത്? Here നമ്മൾ again m എന്നൊരു array ഡിക്ലയർ ചെയ്തിരിക്കുകയാണ്. arrayയുടെ row size 3 ആണ് and column size 5 ആണ്. And values initialize ചെയ്തപ്പോൾ ഇത്ര മാത്രമാണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെയല്ലേ? സെയിം റിസൾട്ട് അല്ലേ കിട്ടുന്നത്? ഓരോ റോയിലെയും നമ്മൾ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ അല്ലെങ്കിൽ ഫസ്റ്റ് ടു എലമെന്റ്സ് മാത്രം സ്പെസിഫൈ ചെയ്തു. ബാക്കി റോസിലെ വാല്യൂസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ബൈ ഡിഫോൾട്ട് എന്തായിട്ട് തന്നെ അസൈൻ ആകും? 0 ആയിട്ട് തന്നെ അസൈൻ ആകും. സോ സീറോസ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യാനുള്ള രണ്ട് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ആ ഫുൾ സെറ്റ് ഓഫ് വാല്യൂസ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നില്ല. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്കൻഡ് എക്സാമ്പിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 സീറോസ് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് വണ്ണിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് 3 സീറോസ്. Now we will see memory layout. The subscripts and the definition of two-dimensional array represent rows and columns. രണ്ട് subscript ഉണ്ട്. First subscript represent row and second subscript represent column. Now we will see what is multi-dimensional array. Multi-dimensional array declare ചെയ്യാനുള്ള syntax type array name, then എത്ര ഡയമെൻഷനിൽ വേണോ അത്രയും സബ്സ്ക്രിപ്റ്റ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇപ്പൊ 2 ഡയമെൻഷണൽ അറേ ആയതുകൊണ്ട് നമ്മൾ 2 സബ്സ്ക്രിപ്റ്റ് ആണ് പറഞ്ഞത്, റോയും കോളവും. 3 ഡയമെൻഷണൽ അറേ ആകുമ്പോൾ 3 സബ്സ്ക്രിപ്റ്റ്സിലെ സൈസസ് പറയണം. ആൻഡ് 4 ഡയമെൻഷണൽ അറേ ആകുമ്പോൾ 4 സബ്സ്ക്രിപ്റ്റിലെ സൈസസ്. S1, S2, S3 എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ആ പെർട്ടിക്കുലർ ഡയമെൻഷനിലെ സൈസ് ആണ്. ആ പെർട്ടിക്കുലർ ഡയമെൻഷനിൽ മാക്സിമം എത്ര എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നമ്മൾ ഒരു ഇന്റീജർ array, മൾട്ടി ഡയമെൻഷണൽ array ഡിക്ലയർ ചെയ്തിരിക്കുകയാണ്. ഇതൊരു 3 ഡയമെൻഷണൽ array ആണ്. ആ 3 ഡയമെൻഷണൽ arrayയുടെ സൈസ് ആണ് 3, 5, 12. ഫസ്റ്റ് ഡയമെൻഷനിൽ 3, സെക്കൻഡ് ഡയമെൻഷനിൽ 5 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാം ആൻഡ് തേർഡ് ഡയമെൻഷനിൽ 12. ടോട്ടൽ അപ്പൊ എത്ര എലമെന്റ്സ് പറ്റും? 3 into 5 into 12. That is 180 integer elements ഈ ഒരു particular 3 dimensional arrayയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. Then again we are declaring a multi-dimensional array. ഇവിടെ data type float ആണ്. Then ഇവിടെ എത്ര സബ്സ്ക്രിപ്റ്റ്സ് വെച്ച് നമ്മൾ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്? 4 സബ്സ്ക്രിപ്റ്റ്. So it means that this is a 4-dimensional array. And maximum elements എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ ഒരു മൾട്ടി ഡയമെൻഷണൽ അറേയിൽ? 5 into 4 into 5 into 3. 300 ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ് ഈ ഒരു മൾട്ടി ഡയമെൻഷണൽ അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക. But this is how multi-dimensional arrays can be declared in C. ഒരു ഡിഗ്രി സ്റ്റുഡൻസിന്
ഈ മൾട്ടി ഡയമെൻഷണൽ അറേസിന്റെ എക്സാമ്പിൾസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ബട്ട് ജസ്റ്റ് ദ സിന്റാക്സ് ആൻഡ് ആൻ എക്സാമ്പിൾ. Now, what is static array? An array created at compile time by specifying size in the source code has a fixed size and cannot be modified at runtime. Such arrays are called static arrays, and the process of allocating memory at compile time is called static memory allocation. ഇവിടെ ഉദ്ദേശിച്ചതാണ് നമ്മളിപ്പോൾ ചെയ്ത എക്സാമ്പിൾസിലെല്ലാം പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായി കമ്പൈലർക്ക് അറിയാം അറേയുടെ സൈസ് ഇതാണ്. സോ അങ്ങനെ അറിഞ്ഞാൽ സോഴ്സ് കോഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യാണ് ദിസ് ഇസ് ദ സൈസ് ഓഫ് എറേ. അപ്പൊ കമ്പൈൽ ടൈമിൽ അങ്ങനെ എറേയുടെ സൈസ് വൺസ് ഫിക്സ് ചെയ്താൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ എറേക്ക് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു, എറേ എന്നല്ല ഇങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളൊരു എറേയിലേക്ക് ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്താൽ ആ എറേനെ പറയുന്ന പേരാണ് static arrays. The arrays that receive static memory allocation are called static arrays. Compile time il array de size specified ആയിരിക്കും source code ൽ. പിന്നെ ആ സൈസ് ഫിക്സ്ഡ് ആണ്, മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, റൺ ടൈമിൽ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ arraysനെയാണ് സ്റ്റാറ്റിക് arrays എന്ന് പറയുന്നത്. ഡൈനാമിക് അറേസും ഉണ്ട്. ഡൈനാമിക് അറേസ് മീൻസ് എന്തായിരിക്കും? റൺ ടൈമിൽ ആ എറേയുടെ സൈസ് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. സ്റ്റാറ്റിക് എറേയുടെ കേസിൽ നമ്മൾ പറഞ്ഞു എറേയുടെ സൈസ് റൺ ടൈമിൽ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, കമ്പൈൽ ടൈമിലെ എറേയുടെ സൈസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഡൈനാമിക് അറേസ് യു ക്യാൻ ചേഞ്ച് ദ സൈസ് ഓഫ് എറേ ഡ്യൂറിംഗ് റൺ ടൈം. In C, it is possible to allocate memory to arrays at runtime. The feature is known as dynamic memory allocation, and arrays created at runtime are called dynamic arrays. ഈ ഒരു പ്രോസസ്സിനെയാണ് ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്നത്. റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. ഈ സെമസ്റ്ററിൽ കുറച്ച് ആ ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ട സ്റ്റേറ്റ്മെന്റ്സിന്റെ പേര് മാത്രമാണ് സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ dynamic arrays are created using pointer variables and memory allocation functions like malloc, calloc and realloc. Dynamic arrays create ചെയ്യാനും manipulate ചെയ്യാനും യൂസ് ചെയ്യുന്ന ചില മെമ്മറി മാനേജ്മെന്റ് ഫങ്ഷൻസിന്റെ പേരാണ് malloc, calloc and realloc. And these functions are included in the header file stdlib.h. stdlib.h എന്ന ഹെഡർ ഫയലിലാണ് ഈ ഡൈനാമിക് എറേസ് ക്രിയേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനുമുള്ള malloc, calloc and realloc എന്ന് പറഞ്ഞ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡൈനാമിക് എറേസ് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരിക നമുക്ക് ചില ഡേറ്റാ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനാണ്. എറേ എന്നുള്ളതൊരു ഡേറ്റാ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു, ബട്ട് എറേ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഡേറ്റാ സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ബട്ട് കുറച്ച് ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചേഴ്സ്, അതായത് റൺ ടൈമിൽ മാത്രം മെമ്മറി ലൊക്കേറ്റ് ചെയ്ത് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന കുറച്ച് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത്തരം ഡേറ്റാ സ്ട്രക്ചേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡൈനാമിക് എറേസിന്റെ ഹെൽപ്പ് വേണം. ലിങ്ക് ലിസ്റ്റ് ആണ് ആ ടൈപ്പിലൊരു ഡേറ്റാ സ്ട്രക്ചർ. ഈവൻ സ്റ്റാക്ക് ആൻഡ് ക്യൂ നമുക്ക് സ്റ്റാറ്റിക് എറേ വെച്ചും ഇംപ്ലിമെന്റ് ചെയ്യാം, ലിങ്ക് ലിസ്റ്റ് വെച്ചും ഇംപ്ലിമെന്റ് ചെയ്യാം. ലിങ്ക് ലിസ്റ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കേസിൽ ഡൈനാമിക് എറേസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. So that's all about two-dimensional arrays. Thank you for watching.